മലബന്ധം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല. കുടിക്കുന്ന പാനീയങ്ങൾ കൂടുതൽ വെള്ളം ആവശ്യമുള്ളതായിരിക്കും എന്നുള്ളതും കൂടി അടിവരയിട്ട് വെക്കണം. രണ്ടാമത്തെ കാരണം ഫൈബർ കണ്ടന്റ് കുറവാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ, ഇറച്ചിയിൽ ഫൈബർ ഇല്ല, മുട്ടയിലില്ല. അപ്പോൾ ഈ വക സാധനങ്ങളാണ് ഭക്ഷണമെങ്കിൽ ഫൈബർ കുറയുന്നത് കൊണ്ട് നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടില്ല. 37.2 ട്രില്യൺ കോശങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഹ്യൂമൻ സെൽസ് ഉണ്ടെങ്കിൽ 39 ട്രില്യൺ അണുക്കളാണ് ഈ ശരീരത്തിലുള്ളത്. ജനാധിപത്യ നിയമപ്രകാരം നമ്മുടെ ശരീരം നമ്മുടേതല്ല, അണുക്കളുടേതാണ്. ആ അണുക്കൾക്ക് ഭക്ഷണം കിട്ടണം, ഇല്ലെങ്കിൽ അവർ കലാപം ഉണ്ടാക്കും. നല്ലൊരു ശതമാനം ആളുകളുടെയും രോഗത്തിൻ്റെ പിന്നിൽ ഈ ബാക്ടീരിയകൾക്ക് ഭക്ഷണം കിട്ടാതെ അവ വീക്കായതിൻ്റെ കൊണ്ട് മണ്ണിൽ തൊടില്ല. നമ്മൾ മണ്ണിൽ ചവിട്ടി, ഇപ്പോൾ വിദേശത്തൊക്കെ വളരെ ഫാഷനായിട്ട് വരുന്ന ഒന്നാണ് ഡെയിലി 15 മിനിറ്റ് മണ്ണിൽ ചവിട്ടി നടക്കുക. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മണ്ണിൽ ചവിട്ടി നടക്കാനേ സായിപ്പ് വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ചെരുപ്പിട്ട് നടക്കണം, കോട്ടിട്ട് നടക്കണം. ഇപ്പോൾ പറയുകയാണ് അതൊക്കെ ഉരുക്കളഞ്ഞ് കുറച്ച് വെയിൽ കൊള്ളണമാണ് നല്ലത്, മണ്ണിൽ ചവിട്ടി നടക്കുന്നത്. നമ്മുടെ അപ്പൂപ്പന്മാർ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ദഹനേന്ദ്രിയത്തിന് അടങ്ങുന്നതാവണം. നമ്മുടെ കരളിൻ്റെ ദഹനശേഷിക്ക് താഴെ നിൽക്കണം. നമ്മുടെ ദഹനശേഷിക്ക് താഴെ നിൽക്കുന്ന, വയറിന് കൊള്ളാൻ കഴിയുന്ന ഭക്ഷണത്തിൻ്റെയും ഒരു 20% താഴെ നിൽക്കുന്ന രീതിയിൽ കഴിക്കണം. പ്രവാചകനോട് നിങ്ങൾക്ക് മാത്രം എന്താണ് രോഗങ്ങളില്ലാത്തതെന്ന് ചോദിച്ചു 4 വൈദ്യന്മാർ. ഈജിപ്തിൽ നിന്ന് ഒറ്റ അയച്ചു കൊടുത്താണ്. ഇവരിങ്ങനെ ഓരോ സ്ഥലത്തൂടെ മരുഭൂമിയിലുള്ള യാത്രയല്ലേ, അപ്പോൾ അവരുടെ രോഗങ്ങൾ വരാതെ നോക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. 4 കൊല്ലം പ്രവാചകനോടൊപ്പം നടന്നിട്ട് പ്രവാചകനെ ഒന്ന് തൊടാനുള്ള ഭാഗ്യം വൈദ്യന്മാർക്കുണ്ടായില്ല. എന്ന് വെച്ചാൽ രോഗം പിടിക്കാനുള്ള ദൗർഭാഗ്യം പ്രവാചകനുണ്ടായില്ല, സംഘത്തിനുണ്ടായില്ല. പക്ഷെ വൈദ്യന് ഭാഗ്യം ഉണ്ടായില്ല. വൈദ്യൻ്റെ ഭാഗ്യം നിങ്ങളുടെ രോഗമാണ്. നിങ്ങൾ രോഗികളായാലേ എനിക്കും എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഉണ്ട്, വെറുതെ ആവശ്യമില്ലാണ്ട് ഞാനൊരു കാര്യം താക്കീത് പറയാം, മുന്നറിയിപ്പ് നൽകാം. ഞാനീ പറയണതൊക്കെ കേട്ട് നിങ്ങൾ അതുപോലെയൊന്നും ചെയ്തേക്കരുത്. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് നിങ്ങളെക്കുറിച്ച്, ഈ കേരളീയ ജനതയെക്കുറിച്ച് ഉത്തമ ബോധ്യവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഞാനതൊക്കെ തുറന്നു പറയണത്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഇതുപോലെ ചെയ്യത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതല്ലാതെ ഞാൻ പറയണത് കേട്ട് കേരളീയർ മുഴുവനും രോഗമില്ലാണ്ടെങ്ങാനും ജീവിച്ചു പോയാൽ എൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രമൊക്കെ അടച്ചുപൂട്ടേണ്ടി വരില്ലേ? അതുകൊണ്ട് ചതിക്കരുത്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നേര് പറയണ്ടേ. നിങ്ങളായിട്ട് കുഴപ്പമൊന്നും കാണിച്ചേക്കരുത്. ഇടക്കിടക്കെങ്കിലും തെറ്റിക്കണം. റംസാൻ വരുമ്പോൾ, ക്രിസ്തുമസ് വരുമ്പോൾ, ഓണം വരുമ്പോഴൊക്കെ ഇരട്ടി തിന്നണം. ആഘോഷമല്ലേ. എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വീണ്ടും വരാനും നമുക്ക് തമ്മിലൊന്ന് കാണാനും സന്തോഷമായിട്ട് കുറച്ച് ദിവസം ചെലവഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ദഹനശേഷിയുടെ ഒരു 20% പുറത്ത് നിൽക്കണം. വൈദ്യന്മാർ പ്രവാചകനോട് ചോദിച്ചു, നിങ്ങൾക്ക് മാത്രം എന്താ രോഗമൊന്നും വരാത്തത്? ഞങ്ങൾ പോയിക്കോട്ടെ, വെറുതെ എന്തിനാ നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ട്? ഞങ്ങളുടെ നാട്ടിൽ രാവിലെ തുടങ്ങി തലക്കിടിച്ചാണ് ആളുകൾ ഞങ്ങളെ കാണാൻ നിൽക്കുന്നത്. രോഗികളാണ് മൊത്തം, നിങ്ങൾക്ക് മാത്രം എന്താ രോഗമൊന്നും വരാത്തത്? അതിന് പ്രവാചകൻ പറഞ്ഞൊരു ഉത്തരം ആരോഗ്യം തേടി നടക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയതാണ്. ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ആഹാരം കഴിക്കാറില്ല, അതും ഒരിക്കലും വയറ് നിറയെ കഴിക്കാറില്ല. ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ആഹാരം കഴിക്കാറില്ല, അത് ഒരിക്കലും വയറ് നിറയെ കഴിക്കാറില്ല. പിന്നെ എങ്ങനെ രോഗം വരും? ആ കഴിക്കുന്നത് ഗീതാകാരൻ പറയുന്നത് പോലെ സാത്വിക ഭക്ഷണം കൂടിയാണെങ്കിലോ? ഭാരതചിന്തയിൽ ആഹാരം സാത്വികം, രാജസം, പിന്നെ താമസം. തമസ ഭക്ഷണം ഒഴിവാക്കി വല്ലപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു രാജസ ഭക്ഷണവും കൂടുതലും സാത്വിക ഭക്ഷണത്തിലേക്ക് വന്നാൽ മാത്രം മതി രോഗങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ. അപ്പോഴും അരവയർ ഭക്ഷണം, അരവയർ വെള്ളം ചവച്ചരച്ച് ഉമിനീര് കൂട്ടി ആഹാരത്തിൽ ചോറിലുള്ള വെള്ളം, കഞ്ഞിവെള്ളം, ദഹനം ആവശ്യമുള്ള വെള്ളം കുടിക്കാം. പക്ഷെ ആഹാരത്തോടൊപ്പം പച്ചവെള്ളം കുടിക്കരുത്. രസം കുടിക്കാം,
സൂപ്പ് കുടിക്കാം, ദഹനം ആവശ്യമുള്ളത് കുടിക്കാം. പച്ചവെള്ളം ആഹാരത്തോടൊപ്പം കഴിച്ചാൽ ദഹനരസങ്ങൾ തണുത്തു പോകും. അങ്ങനെ ഒരു ഭക്ഷണക്രമമാണെങ്കിൽ അതോടൊപ്പം ഏകാദശിയും ഷഷ്ഠിയും, ഈ ഏകാദശിയും ഷഷ്ഠിയും കാരണമാണ് പല വീട്ടുകളും മുടിയണത്. നമ്പൂരിയോട് വേറൊരു നമ്പൂരി ചോദിച്ചു, തിരുമേനിയെ ഇല്ലത്ത് വരവും ചെലവും ഒക്കെ എങ്ങനെയാ മുട്ടി പോവോ? അപ്പൊ നമ്പൂരി പറഞ്ഞു, ഹേയ് എങ്ങനെ മുട്ടി പോവാനാ, ഈ ഏകാദശിയും ഷഷ്ഠിയും കാരണം മുടിയ. തിരുമേനിയെ ഏകാദശിയും ഷഷ്ഠിയും കാരണം മുടിയേ? ലാഭമല്ലേ ഉണ്ടാവണ്ടേ? തിരുമേനി പറഞ്ഞു, എബ്യാ തനിക്കെന്താ അറിയ, നാളെ ഏകാദശിയാണോ എന്ന് വയ്ക്കുക, ഇന്ന് ഇല്ലത്തുള്ളവരെ അങ്ങോട്ട് പരിഭ്രമിക്കും. ഒരു പരിഭ്രമമാ, നാളെ ഏകാദശിയാണല്ലോ ഭഗവാനെ, ഇരട്ടിയാ തിന്നും. ഏകാദശിയുടെ അന്നോ അരിയല്ലാത്തതൊക്കെ തിന്നും. ഏകാദശി കഴിഞ്ഞാലോ ഇന്നലെ ഏകാദശി ആർന്നല്ലോ ഭഗവാനെ എന്നോർത്ത് ഇരട്ടിയ അപ്പോഴും തിന്നും, മുടിയാതിരിക്കുമോ? ഇങ്ങനെയാണ് നമ്മുടെ നോമ്പുകൾ. എന്റെ റബ്ബേ, റംസാൻ മാസം പറഞ്ഞാലുണ്ടല്ലോ മലബാറിലേക്ക് കടക്കാൻ പറ്റൂല. സകല പള്ളിയിലും സകല ജംഗ്ഷനുകളിലും പൊതിവിതരണം. നോമ്പ് കുറിക്കണ്ടേ? 6:30 മണിക്ക് ബാങ്ക് വിളി കേട്ട കത്തിയായിട്ട് പശുവിൻ്റെ മുതുകത്തേക്ക് ചാടി വീണ് പിന്നെ ഒരു തീറ്റയാണ്. കോഴി ബിരിയാണി, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ നെയ്ച്ചോറ്, പത്തിരി നീ കാക്കാന്മാർ നുണ പറയണതാണ് കേട്ടോ. 20-30 തിരിയൊക്കെ തിന്നു കളയണത് പത്തിരി എന്നാ പറയുക. 2 തരം നോമ്പാണ്. ഒന്ന് പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് നോമ്പുണ്ട്, പ്രവാചകൻ അനുശാസിച്ചിരുന്ന നോമ്പുണ്ട്. അതിൽ കാരയ്ക്കയും പച്ചവെള്ളവും കഴിച്ചാണ് നോമ്പ്. നമ്മുടെ നാട്ടിലെ കള്ളക്കാക്കാന്മാരിൽ നല്ലൊരു പങ്കും 3 ദിവസത്തെ തീറ്റ നോമ്പിൻ്റെ അന്ന് രാത്രി ഒറ്റ രാത്രിക്ക് തിന്നും. 6:30 മണിക്ക് ബാങ്ക് വിളി കേട്ടാൽ തുടങ്ങി 12-12:30 വരെ നടന്ന് തിന്നും. പിന്നെ 4 മണിക്ക് അലാറം വെച്ച് അലറി എഴുന്നേറ്റ് അപ്പളും തിന്നും കോഴി ബിരിയാണി. ഇവർ നോമ്പെടുക്കുന്നതിന് പകരം പകല് തന്നെ തിന്നുകയല്ലേ നല്ലത്. ഞാനിങ്ങനെ കളിയാക്കി കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന ആളിലുമൊക്കെ 6:30 മണിക്ക് കരിക്ക് അല്പം പഴം, 8:30 പ്രകൃതി രീതിയിലുള്ള ചോറും പച്ചക്കറിയും, പിന്നെ വെള്ളം. വെളുപ്പിന് 4 മണിക്ക് ജ്യൂസ്, തണ്ണിമത്തനോ നാരങ്ങയോ കരിക്കും വെള്ളമോ. നോമ്പ് കഴിഞ്ഞിട്ട് പറയണ ഇത്രയും സുഖമുള്ളൊരു നോമ്പ് ഞാനിതുവരെ എടുത്തിട്ടില്ല എന്നാണ്. 24 മണിക്കൂറും ഭക്ഷണം ഇട്ട് ദഹിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മെഷീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലെ മിക്സിയെ കൊണ്ട് നിങ്ങൾക്ക് 24 മണിക്കൂർ മറക്കി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇതിനും ഒരു വിശ്രമമൊക്കെ വേണം. ഇതിൻ്റെ വിശ്രമം ആമാശയത്തിൽ മാത്രം പോരാ, ചെറുകുടലിനും വിശ്രമം വേണം, വൻകുടലിനും വിശ്രമം വേണം, രക്തത്തിന് വിശ്രമം വേണം, അവയവങ്ങൾക്ക് വിശ്രമം വേണം, കലകൾക്ക് വിശ്രമം വേണം, ഭക്ഷണം ദഹിപ്പിച്ച് വശക്കേടായിരിക്കുന്ന കോശങ്ങൾക്കും വിശ്രമം കിട്ടണം. അങ്ങനെ വിശ്രമം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 16-18 മണിക്കൂർ വരുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, 6 മണിക്കൂർ 8 മണിക്കൂറിൽ ഭക്ഷണം, ബാക്കി സമയം ഭക്ഷണമില്ല. അപ്പോൾ രാവിലെ നിങ്ങളൊരു 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 11, 12, 1, 2, 3, 4, 5, 6 മണിക്ക് നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം കഴിക്കാം. പിന്നെ പിറ്റേ ദിവസം 10 മണി എന്ന് പറയുമ്പോൾ അത്രയും സമയം ആ ഭക്ഷണം തരംതിരിച്ച് കോശങ്ങളിലെത്തി ആ വർക്ക് കൂടെ കഴിഞ്ഞു വരുമ്പോൾ അടുത്ത ഭക്ഷണം. ഇതിനെയാണ് ഇപ്പോൾ ലോകം, നമ്മുടെ ഏകാദശിയിലെല്ലാം ഉണ്ടായിരുന്ന ഏകാദശിയിൽ ഒറ്റ നേരത്തെ ഭക്ഷണം വാസ്തവത്തിൽ. അത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരീരത്തിൽ അവശേഷിച്ചിരുന്ന ഭക്ഷണ വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുന്ന, ഭക്ഷണത്തിൻ്റെ ജോലികളെല്ലാം തീർന്ന് ആശ്വാസം വന്ന ഒരു ശരീരത്തിലേക്കാണ് അടുത്ത ഭക്ഷണം വീഴുക. ഇന്ന് ലോകത്ത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള പേരിൽ ഈ ഒരു ഭക്ഷണ രീതി ഏത്
നമ്മുടെ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഭക്ഷണ രീതി. സായിപ്പ് ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്. അവിടെ 11 മണിക്ക് കുറച്ച് ചോറും കായവും പരിപ്പൊന്നുമില്ല, ഒരു സാമ്പാർ, ഒരു പച്ചടി, ചെറിയൊരു അവിയൽ, തോരൻ ഒക്കെ ആയിട്ടൊരു ചോറ്. പിന്നെ 6 മണി 7 മണിക്കുള്ളിൽ 2 ദോശ, ഇത്തിരി സാമ്പാർ, ചമ്മന്തി. ഇപ്പോഴും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലെ പരമ്പരാഗത ആഹാര രീതി ഇതാണ്. അവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇല്ല, കാൽഷ്യം ഡെഫിഷ്യൻസിയും ഇല്ല, ബ്രെയിൻ ഫാക്കൽറ്റിക്കും കുറവില്ല. ഇന്ത്യയിലെ ഏത് സയന്റിഫിക് സ്ഥാപനം ഉണ്ടോ, ISRO തുടങ്ങി അക്കൗണ്ട് ജനറലിൻ്റെ ഓഫീസുണ്ടോ, പാലക്കാട് നിന്നുള്ള 10 പട്ടരിയില്ലാത്ത ഏതെങ്കിലും ഒരു അത്യുന്നത സ്ഥാപനം കാണിച്ചു തരാമോ? ഇവിടെ ഇറച്ചിയും മീനും മുട്ടയും പ്രോട്ടീനും ഒക്കെ എക്സസ് കഴിക്കുന്ന സകലതും RCCയിലും കോസ്മോയിലും കിംസിലും മെഡിക്കൽ കോളേജിലും കയറി ഇറങ്ങി നടപ്പുണ്ട്. ഈ രീതിയിൽ ആഹാരം കഴിക്കുന്ന എത്ര ബ്രാഹ്മണര് ആശുപത്രിയിലുണ്ട്? ഗുജറാത്തികൾ മധുരം തിന്നുന്നതിന് കണക്കൊന്നുമില്ല. പ്രമേഹം എത്ര പേർക്കുണ്ട്? പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് അവർക്കൊക്കെ വ്യാപകമായിട്ട് കാൽമുട്ട് തേയ്മാനം, ഇതൊക്കെ മരുന്നിൻ്റെ തകരാറുകളാണ്. ഈ പനി മരുന്ന്, ജലദോഷ മരുന്നൊക്കെയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഇപ്പോൾ പഴങ്ങളുടെ അളവ് കൂട്ടുക, കഴിയുന്നതും ഉച്ച കഴിഞ്ഞാൽ ജീവിതം ഏദൻ തോട്ടത്തിലാക്കുക. രാവിലെ നിങ്ങൾ അപ്പമോ വെജിറ്റബിൾ കറിയോ കഴിക്കുക, പുട്ടോ വെജിറ്റബിൾ കറി. ഇനി അധികം ആരോഗ്യമൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഇടിയപ്പോ നിങ്ങൾ കഴിച്ചോ, വെജിറ്റബിൾ കറി കൂടി കഴിക്കുക. 11 മണിക്ക് ജ്യൂസ് കുടിക്കാം. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കുക്കുംബർ ജ്യൂസോ കുമ്പളങ്ങ നീരോ ഒരു ജ്യൂസ് നന്നായിട്ട് കുടിക്കുക. ക്യാരറ്റ് ജ്യൂസോ ഇഷ്ടമുള്ളതാവാം. അസിഡിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കുക്കുംബറോ വാഴപ്പിണ്ടിയോ കുമ്പളങ്ങ നീരൊക്കെ കഴിക്കുക. അങ്ങോട്ട് ദിവസവും കുടിച്ചുകൊണ്ടിരിക്കരുത്, മാറി മാറി കഴിക്കണം. 11 മണിക്ക് ഒരു ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസോ വെജിറ്റബിൾ ജ്യൂസോ കരിക്കും വെള്ളമോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം. 12 മണിക്കും 2 മണിക്കും ഇടയിലായിട്ട് ചോറ് കഴിക്കാം. തവിട് കളയാത്ത ചോറ് കഴിക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായ റോ റൈസ്, പച്ചരി എന്ന് പറയുന്ന അരി കഴിക്കണം. ഈ 2 അരികളെ കഴിക്കണം. പുഴുക്കലരി കഴിക്കരുത്. എന്നുവെച്ചാൽ ഒരാഹാര സാധനവും 2ാം പ്രാവശ്യം ചൂടായതുണ്ടാകാൻ പാടില്ല. ഒരിക്കലേ ചൂടാക്കാവൂ. ചൂടായാൽ 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. ഈ നിയമം തെറ്റിക്കരുത്. വേവിച്ചോ 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. പഴം മുറിച്ചോ അരമണിക്കൂറിൽ തീർക്കണം. ജ്യൂസ് അടിച്ചോ കരിക്ക് പൊട്ടിച്ചോ 10 മിനിറ്റിൽ തീർക്കണം. ചമ്മന്തി അരച്ചോ 10 മിനിറ്റ് കൊണ്ട് തീർക്കണം. ആഹാരത്തിന് ഇരിക്കുമ്പോൾ ചമ്മന്തി അരച്ചാൽ മതി. കാരണം ആഹാരത്തിന് ജീവനുണ്ട്.